ഇതിങ്ങനെ മിക്സാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ പപ്പടം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഇതാ നന്നായിട്ട് അങ്ങോട്ട് കൂട്ടിയിട്ട് ഒരു ചെറിയ പിടി എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാം. ചാറുണ്ടാവും, ഒരു പ്രത്യേക ഭയങ്കര കട്ടിയുള്ള ഒരു ചാറാണ്. ഭയങ്കര എരിവൊന്നുമില്ല. നമ്മൾ സിമ്പിളായിട്ട് അതിങ്ങനെ കുഴച്ച് ആ ഒരു ഉപ്പേരി സൈഡിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്തങ്ങോട്ട് വെച്ച് അതിനോട് കൂട്ടി അങ്ങോട്ട് പിടിക്കാം. ഒന്നും അധികം ഒന്നും ആലോചിക്കേണ്ട, ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. പിന്നെ എന്തായാലും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടും കേട്ടോ. എത്ര ലൈക്ക് കിട്ടുന്നത് നോക്കാനാണ്. ഈ വീഡിയോയ്ക്ക് ഒരു 100-150 ലൈക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. ഇപ്പോൾ ഒരു ലൈക്ക് അടിച്ചേ ആദ്യം. അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ പ്രസന്നേജിൻ്റെ ഹോട്ടലിലുള്ള ബീഫും ചോറും കഴിക്കാൻ ഇറങ്ങിയ കേട്ടോ. കറക്റ്റ് ലൊക്കേഷനൊക്കെ വീഡിയോൻ്റെ അവസാനമൊക്കെ ആയിട്ട് പറഞ്ഞു തരാം. ഒരു 12:30 സമയം, ഞാൻ അധികം ഈ സമയത്ത് വരും, കാരണം നല്ല ചൂടുള്ള ചോറ് കിട്ടി. ഒരു 12:30 സമയത്തോടെ ഇപ്പോൾ ഇന്നിപ്പോൾ തുടക്കം സ്റ്റാർട്ടിങ് എനിക്ക് തന്നെയാണ് വിളമ്പി. നല്ല ചൂട് ചോറ്, അതിൻ്റെ മുകളിലേക്ക് ഇതാ സാമ്പാറും കൂടി വന്നപ്പോൾ ഉണ്ടാ. പിന്നെ ഒരു മീൻകറി, അങ്ങനത്തെ സൈഡ് ഐറ്റംസ് ഒക്കെ വരും. പക്ഷെ ഇവിടെ 1-2 സ്പെഷ്യൽ ആയിട്ടുണ്ട്. ഞാനത് കഴിക്കാനാണ് വരുന്നത് ഇവിടേക്ക്. ചൂടുള്ള ചോറും ബീഫും, അല്ലെങ്കിൽ ചൂടുള്ള ചോറും ഒരു കോഴിപ്പാട്സിൻ്റെ കറി കണ്ടില്ലേ. മീൻകറിയൊക്കെ ഇവിടെ നല്ല കട്ടിയുള്ള തേങ്ങ. പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ ബസ്സുകാർക്കൊക്കെ പാർസലൊക്കെ ഇങ്ങനെ, ബസ്സുകാരൊക്കെ സ്ഥിരം പാർസൽ വാങ്ങാമെന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, നല്ല ചോറായിരിക്കും. നമ്മൾ ഫുൾ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഒരു ഹാഫ് ബീഫ്, ഞാൻ ഹാഫേ ഇവിടുന്ന് വാങ്ങാറുള്ളൂ കേട്ടോ. അത് മതി, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ പപ്പടം എല്ലാം ഉണ്ട്. അങ്ങോട്ടെ കഴിച്ചോട്ടെ. ചോറ് നല്ല ചൂടാണ്. എന്തായാലും ബീഫ് കഷ്ണെടുത്ത് കഴിച്ചോട്ടെ. കഷ്ണെടുത്ത് അടിപൊളി അടിച്ചാണ്, ഒന്നും പറയാനില്ല. ഇതൊക്കെ ഇവിടുത്തെ ഒരു സ്ഥിരം ആൾക്കാർക്ക് അറിയുന്നതാണ്. സാമ്പാർ നല്ല ചൂടായിപ്പോയി കേട്ടോ. അത് വേണോ, അതൊരു സുഖം. അതിങ്ങനെ മിക്സാക്കി വീഡിയോ എടുക്കാനുള്ള കൊണ്ട് വേഗം കഴിക്കുന്നത്, അല്ലെങ്കിൽ മെല്ലെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നൊരു സ്പോട്ടാണ് അത്. അതിങ്ങനെതാ നല്ല സ്റ്റൈലാണ്. കാണുമ്പോൾ തന്നെ അല്ലെ സാമ്പാറിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞു ഇവിടെ നല്ല അടിപൊളി സാമ്പാറാണെന്നുള്ളത്. അതിങ്ങനെ എടുത്ത് ഇതാ. പിന്നെ ഒരു മീൻകറി ഉണ്ട് കേട്ടോ. നമ്മളെ മത്തി 1-2 കഷ്ണം എപ്പോഴും അതിലുണ്ടാവും. നല്ല തേങ്ങ അരച്ച ആ കറീൻ്റെ കട്ടിയൊക്കെ നോക്കണം. നല്ല കട്ടിയിലുള്ള കറി, നല്ല ചൂടിൻ്റെ ഈ സൈഡായാലും അതിങ്ങനെ മിക്സാക്കി ഇതാ. കുഴയ്ക്കാനൊന്നും പറ്റുന്നില്ല, അടിപൊളി. ഇനി നമുക്ക് ഇവിടെ വന്ന കാര്യം ഒന്ന് നോക്കാം. അതാ ഇവിടുത്തെ ആ ബീഫ് അതിങ്ങനെ എടുത്ത് ഇതാ ഇതിൻ്റെ മുകളിൽ കണ്ട ഒരു കട്ടിയുണ്ട്. നിങ്ങൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. ഇവിടെ വന്ന് ഹാഫ് വാങ്ങിയാൽ മതി, ഒരാൾക്ക് കഴിക്കാൻ ധാരാളം. ചോറിൻ്റെ കൂടെ ഒരു ഹാഫ് ബീഫ് വാങ്ങുക. അത് ഇതാ ഇങ്ങനെ ആ ചോറിൻ്റെ മുകളിലേക്ക് ഇതെങ്ങനെ അങ്ങോട്ട് മിക്സ് ആക്കുക. ഞാനിവിടെ ചിലപ്പോൾ വേറെ കറി, സാമ്പാർ, മീൻകറി ഒന്നും വാങ്ങാണ്ട് ബീഫും ഈ ചോറും മാത്രം അതിൻ്റെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. ഇതെന്താ വെച്ചാൽ വലിയ എരിവുള്ളതൊന്നുമല്ല. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമല്ലോ സിമ്പിളായിട്ടുള്ള കറി, അങ്ങനത്തെ ഒരു സാധനമാണ്. അതുകൊണ്ട് പ്രത്യേക ഒരു ഫാൻസും ഉണ്ട് ഈ ഒരു സാധനം. ഈ ഭാഗത്ത് നല്ല ഫേമസ് ആണ് അല്ല. നന്നായിട്ട് മിക്സായി വരുന്നുണ്ട് ചോറിൻ്റെ കൂടെ. നല്ലൊരു അതിങ്ങനെ നന്നായിട്ട് കൊണ്ട് മിക്സാക്കുക. ഒരു പിടി ബീഫിൻ്റെ പീസും എല്ലാം കൂടി കൂട്ടി, പിന്നെ ഒരു പപ്പടം എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് വെക്കുക. ഒന്നങ്ങോട്ട് പൊട്ടിക്കുക. അതിങ്ങനെ അങ്ങോട്ട് മിക്സാക്കിയതാ. പപ്പടം എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സാക്കിയിട്ട് ഒരു പിടിയും കൂടി അങ്ങനെ ഇവിടെ ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട്. ചോറൊക്കെ എത്രയോ വിളമ്പി വിടുമ്പോൾ തന്നെ ആ ഒരു കുഴപ്പം. പിന്നെ ബീഫൊക്കെ ഫുള്ള് വാങ്ങി ഒരു പ്ലേറ്റ് നിറച്ചുണ്ടാവും ചെയ്യും അല്ലേ. അതിൽ ആ ഒരു ബീഫിൻ്റെ ചാറ് നോക്കിയാട്ടെ, എന്ത് തിക്കായിട്ടുള്ള. ഇതിങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ കിടക്കുക. ആ ഒരു ഉരുളിയിൽ ഇങ്ങനെ അടുപ്പത്ത് എപ്പോൾ നോക്കിയാൽ ചെറിയൊരു ചൂടിൽ ഇങ്ങനെ കിടക്കും. രാവിലെ ഉണ്ടാക്കുന്ന സാധനമാണ് അതാ. അങ്ങനെ കോരി ഇങ്ങോട്ട് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഒരു ഉപ്പേരിയൊക്കെ വെച്ച് ഓരോ പിടി ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് കഴിക്കും. പിന്നെ മീൻ പൊരിച്ചോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ ഉള്ളൊരു ഹോട്ടൽ തന്നെയാണ്. പക്ഷേ ഞാനതൊന്നും വാങ്ങാറില്ല. ഞാൻ ഇവിടുന്ന് ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല. മീൻ പൊരിച്ചൊന്നും വാങ്ങിയില്ല, ഇത് തന്നെ വാങ്ങാറുള്ളൂ കേട്ടോ. അപ്പം എല്ലാ വീഡിയോ അങ്ങോട്ട് ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇലയൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്പോട്ട് വരുന്നത് നമ്മുടെ കോഴിക്കോട് പാലത്തുണ്ട്, നമ്മുടെ നരിക്കുനി റോഡിൽ കേട്ടോ. ഹോട്ടൽ വനിതാ മെസ്സ് ആണ് പേര്. പക്ഷേ പ്രസന്നേജിൻ്റെ ഹോട്ടലിന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാതെ അവിടെ.